ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഫാം ചിക്കൻ നല്ല രുചികരമായ രീതിയിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലെത്തുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 3 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മിക്കൂട്ടി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു 4 മുഴുവൻമുളകും 1/2 സ്പൂൺ കുരുമുളകും 1/4 സ്പൂൺ പെരിഞ്ജീരകവും 1/4 സ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും കൂടിയിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1/2 സവാളയും 1/2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മസാല റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് തിരുമ്മി പുരട്ടണം. അതിനുശേഷം ഇതൊരു 6 മണിക്കൂർ നമുക്ക് മാഗ്നൈസ് ചെയ്യാൻ വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു ഗ്രിൽ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ചിക്കൻ ഓരോന്നായി നമുക്ക് ഗ്രിൽ പാനിലേക്ക് വെച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് കുക്കായ ശേഷം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ തവ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എട്ടോ 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്കത് ഒന്നും കൂടി മറച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അൽഫാം ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അൽഫാം ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റും സ്മെല്ലും കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു ഫോയിൽ പേപ്പറിൽ കുറച്ച് ചിരട്ടക്കരി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുക നന്നായി ഈ ചിക്കനിലേക്ക് പിടിക്കും. ഒരു മൂടി വെച്ച് നന്നായി മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിന് ഞാൻ ചപ്പാത്തി മയോണൈസുമാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.